My name is Shima from Hestia Technologies. So, this is we develop software. This is Randy. ഒരു വെഹിക്കിൾസ് ആൻഡ് ട്രിപ്പ് മാനേജ്മെൻറ്റ് സിസ്റ്റമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ത്രൂ ദിസ് വെബ്സൈറ്റ് നമുക്കൊരു ഓർഗനൈസേഷനിലോ ട്രാവൽ ഏജൻസിയിലോ ഉള്ള വെഹിക്കിൾസ്, ഡ്രൈവേഴ്സ്, ട്രിപ്സ് ആൻഡ് എക്സ്പെൻസ് എല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ തന്നെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. മുന്നേയൊക്കെ ഇങ്ങനത്തെ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്തിരുന്നത് എക്സൽ ഷീറ്റ്സിലാണ്. സോ അതിലും എഫിഷ്യൻ്റായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് ഈ റെൻഡി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഓരോ പേജും ഈച്ച് ആൻഡ് എവറി പേജും കസ്റ്റമൈസബിൾ ആണ്. നമ്മുടെ ആവശ്യാനുസരണം വേണ്ട ഫീൽഡുകൾ ആഡ് ചെയ്യാനും അതുപോലെ റിമൂവ് ചെയ്യാനും കഴിയും. പിന്നെ ഇതിൽ യൂസേഴ്സിനെ ആഡായ യൂസേഴ്സിനാണ് ഈ വെബ് ആപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിൽ വരുന്ന യൂസേഴ്സ് രണ്ട് തരത്തിലാണ്, ഒന്ന് അഡ്മിനും ഒന്ന് യൂസേഴ്സും. അഡ്മിനാണ് ലോഗിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അഡ്മിന് വിസിബിൾ ആവുന്ന പേജിലുള്ള ഡീറ്റെയിൽസ്, ഫിനാൻഷ്യൽ അതുപോലെ ട്രാൻസാക്ഷണൽ ഡാറ്റയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന പേജായിരിക്കും. അഡ്മിൻ അല്ലാതെ നോർമൽ യൂസറായിട്ടാണ് ലോഗിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യൂസറിന് വിസിബിൾ ആവുന്ന പേജിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് ട്രിപ്സ്, ഡ്രൈവേഴ്സ്, കസ്റ്റമേഴ്സ് അവരെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷണൽ ഡാറ്റ കിട്ടുന്ന പേജായിരിക്കും. സോ ഇപ്പോൾ ഞാൻ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു യൂസറിൻ്റെ മെയിലും പാസ്വേഡും യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് കാണിക്കുകയാണ്. ഇതാണ് ഒരു നോർമൽ യൂസറായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ ഉള്ള പേജ്. യൂസറിൻ്റെ നെയിം ഇവിടെ വിസിബിൾ ആണ്. ഇവിടെ ഇയർ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഇയർ വൈസ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് വിസിബിൾ ചെയ്യാനാണ്. ഇപ്പോൾ 2025 കിടക്കുന്നത്. ഇവിടെ നമുക്ക് യൂസറിന് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഇപ്പോൾ ഇവിടെ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് ട്രിപ്സിൻ്റെയാണ്. ഇത് കസ്റ്റമൈസബിൾ ആണ്. ഏതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിലും ഇവിടെ കോൺഫിഗർ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ട്രിപ്സിൻ്റെ ടോട്ടൽ ട്രിപ്സ്, ടുഡേ ട്രിപ്സ്, ക്യാൻസൽഡ്, ഈ നെയിം പറയുന്നത് പോലെ തന്നെ അതിനനുസരിച്ചുള്ള ഡാറ്റ ആയിരിക്കും അതിൻ്റെ ഉള്ളിലുണ്ടാവുക. ക്യാൻസൽഡ് ആണെങ്കിൽ ക്യാൻസൽഡ് ആയിട്ടുള്ള ട്രിപ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും അതിൽ വിസിബിൾ ആയിട്ടുണ്ടാവുക. അതുപോലെ ഈ ഗ്രാഫെല്ലാം ട്രിപ്സിൻ്റെ ഡാറ്റ വെച്ച് കോൺഫിഗർ ചെയ്തിട്ടുള്ളതാണ്. സോ ഇനി അതല്ലാതെ ഇതിൽ വരുന്ന ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സ് ഉണ്ട്, ഡ്രൈവേഴ്സ് ഉണ്ട്, ഇൻവോയ്സ്, എക്സ്പെൻസ്, ഇങ്ങനെ കുറച്ച് ഫീൽഡുകൾ കൂടിയുണ്ട്. ഇവിടെ നിന്ന് ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്കൊരു ട്രിപ്പ് ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഈ കാണിക്കുന്ന ഡാറ്റ ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രിപ്സിൻ്റെ ഡാറ്റയാണ്. ഇവിടെ ഒരു ഫീച്ചർ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി സേവ്ഡ് ആയിട്ടുള്ള ട്രിപ്സിൻ്റെ ഡീറ്റെയിൽസ് ഒരു എക്സൽ ഷീറ്റായിട്ട് നമുക്ക് വിസിബിളായി കാണാം. എക്സൽ ഷീറ്റായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ലാതെ ഒരു പുതിയ ട്രിപ്പ് ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓൾറെഡി സേവ്ഡ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റമേഴ്സിൽ നിന്ന് നമുക്ക് കസ്റ്റമേഴ്സിനെ ചൂസ് ചെയ്യാം. സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, ഇല്ലാത്തൊരു പേരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു പുതിയ കസ്റ്റമറിനെ ആഡ് ചെയ്യാനുള്ളൊരു ഫീച്ചർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള കസ്റ്റമർ. സോ അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി റിസീവ്ഡ് എങ്ങനെയാണ് ഈ ബുക്കിംഗ് വന്നത്, ഡയറക്റ്റ് ബുക്കിംഗ് വെബ്സൈറ്റ്, അത് നമുക്ക് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഫ്രം ഡേറ്റ്, ടൈം ചൂസ് ചെയ്യാം.
ഫ്രമും ടൂവും ഡേറ്റും ടൈമും ചൂസ് ചെയ്യാം. ദെൻ പിക്കപ്പ് ഫ്രം. കസ്റ്റമറിനെ ചൂസ് ചെയ്ത പോലെ തന്നെ ഇവിടെ ഡ്രൈവറിനെയും ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി സേവ്ഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെ നമുക്ക് ചൂസ് ചെയ്യാം. ഇല്ലാത്തൊരു ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഉള്ള ഒരു ഡ്രൈവറിനെ ആഡ് ചെയ്യാണ്. ദെൻ പേയ്മെൻറ്റ് മോഡ് ചൂസ് ചെയ്യാം. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, ട്രിപ്സിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഡ്രോപ്പ് ലൊക്കേഷൻ, മൾട്ടിപ്പിൾ ഡ്രോപ്പ് ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ആഡ് ചെയ്ത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് ട്രിപ്പ് ആഡ് ചെയ്യാനുള്ള ഫീൽഡ്. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, യു ക്യാൻ ആഡ് അറ്റാച്ച്മെൻറ്റ്സ് ആഫ്റ്റർ ക്രിയേറ്റിംഗ് ദ ട്രിപ്സ്. ട്രിപ്പ് അറ്റാച്ച്മെൻറ്റ്സ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ഈ ട്രിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും PDF-കളോ ഇമേജസുകളോ നമുക്ക് പിന്നീട് ഡൗൺലോഡ് ചെയ്യണം, യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുള്ള ട്രിപ്പിൻ്റെ ഡാറ്റ. നമ്മൾ വ്യൂ ചെയ്യാണ്. വ്യൂ ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കും. ഇതിപ്പോൾ ഷെഡ്യൂൾഡ് ആണ്, കാരണം ഇപ്പോൾ ട്രിപ്പ് അസൈൻ ചെയ്തിട്ടേ ഉള്ളൂ. ഇവിടെ അറ്റാച്ച്മെൻറ്റ്സ് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു PDF അപ്ലോഡ് ചെയ്യാണ്. മൾട്ടിപ്പിൾ ആയിട്ട് എത്ര വേണമെങ്കിലും ഫയൽസ്, ഇമേജസ്, ഏത് തരത്തിലുള്ള ഫയൽസ് വേണമെങ്കിലും എത്ര വേണമെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും ഈ ഡാറ്റേനെ കുറിച്ച് ഫയലിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. അപ്ലോഡ്. അതിവിടെ വിസിബിൾ ആണ്. പിന്നീട് നമുക്ക് റെഫറൻസിന് വേണ്ടി ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഒരു അറ്റാച്ച് ചെയ്ത ഫയലാണ്. ഈ ഫയൽ ഇപ്പോൾ അറ്റാച്ച് ചെയ്ത ഫയൽ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതവിടുന്ന് റിമൂവ് ആയി. ഇനി ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള ട്രിപ്സിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഡ്രൈവറിനെ വേണമെങ്കിൽ ഡ്രൈവറിനെ ചേഞ്ച് ചെയ്യാം. കസ്റ്റമറിനെ വേണമെങ്കിൽ കസ്റ്റമറിനെ ചേഞ്ച് ചെയ്യാം. ഡ്രൈവറിനെ വേണമെങ്കിൽ ഡ്രൈവറിനെയും ചേഞ്ച് ചെയ്യാം. പേയ്മെൻറ്റ് മോഡ്, ലൊക്കേഷൻ ആഡ് ചെയ്യാണ്. അപ്ഡേറ്റ് ചെയ്തു. ഇപ്പോൾ കസ്റ്റമറിൻ്റെ നെയിമും ഡ്രൈവറിൻ്റെ നെയിമും ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ഇതിലുള്ള ഈ വെബ്സൈറ്റിലുള്ള ഒരു ഫീച്ചറാണ്. നമ്മൾ എന്ത് അപ്ഡേഷൻസ്, എന്ത് എഡിറ്റ് വരുത്തി കഴിഞ്ഞാലും അതിവിടെ ഓഡിറ്റ് ലോഗിൽ നമുക്ക് വിസിബിൾ ആയിരിക്കും. എന്ത് ചേഞ്ച് വരുത്തിയാലും അത് നമുക്ക് വിസിബിൾ ആയിരിക്കും. ഫ്രമും ടൂവും ഏതിന്ന് ഏതിലേക്ക് ചേഞ്ച് ചെയ്തു എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ വിസിബിളായി കാണാനായിട്ട് പറ്റും. ദെൻ ഇവിടെ ഇൻവോയ്സ്, ഓൾറെഡി ഉള്ളൊരു ട്രിപ്പിൻ്റെ ഇൻവോയ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ പ്രിൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും നോട്ട്സ് കൊടുക്കണമെങ്കിൽ നോട്ട്സ് കൊടുക്കാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ ഈ ട്രിപ്പ് നമ്മൾ ജസ്റ്റ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഇത് ഷെഡ്യൂൾഡ് ആണ്. സോ ഈ ട്രിപ്പിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിൻ്റെ സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ ഷെഡ്യൂൾഡ്. ഈ ട്രിപ്പിൻ്റെ സ്റ്റാറ്റസ് വേണമെങ്കിൽ ഷെഡ്യൂൾഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കംപ്ലീറ്റഡ് കൊടുക്കാം, ക്യാൻസൽ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ട്രിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കിലോമീറ്റേഴ്സിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്തണമെങ്കിൽ നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ദെൻ അതല്ലാതെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം.
ജനറേറ്റ് ഇൻവോയ്സ്. ഇപ്പോൾ ഇതിൻ്റെ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇത് ഷെഡ്യൂൾഡ് ആണ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഇപ്പോൾ ട്രിപ്പ് കംപ്ലീറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള പേയ്മെൻ്റ് ആണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഇൻവോയ്സ് എമൗണ്ട് ആഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടെ ഡൗൺലോഡായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ഫീച്ചേഴ്സാണ് ട്രിപ്പിൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് കസ്റ്റമേഴ്സിൻ്റെ കേസും ഇതുപോലെ തന്നെയാണ്. ഓൾറെഡി ആഡഡ് ആയിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതെല്ലാം. ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് വ്യൂ ചെയ്യാം. അവരുടെ ഇതിലും അറ്റാച്ച്മെൻറ്റ്സ്, അവരുടെ ലൈസൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇതിലും ഇപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓൾറെഡി മുന്നേ ആഡ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽ ആണ്. ഇതിൽ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് വരുത്തണമെങ്കിൽ എഡിറ്റ് വരുത്താം, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നാഷണാലിറ്റി അപ്ഡേറ്റ് ചെയ്തു. സോ ഇപ്പോൾ വരുത്തിയ അപ്ഡേറ്റ് നമുക്ക് ഓഡിറ്റ് ലോഗിൽ വിസിബിൾ ആണ്. ഏത് ഫീൽഡ് എടുത്താലും ഏത് ഡീറ്റെയിൽസ് ആണോ ചേഞ്ച് ചെയ്തത് അത് ഏതിലേക്ക് ചേഞ്ച് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ ഓഡിറ്റ് ലോഗിൽ വിസിബിൾ ആയിരിക്കും. ഇത് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. സോ അതുപോലെ മൾട്ടിപ്പിൾ ഫയൽസ് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞതും അതും എല്ലാവർക്കും, അതായത് കസ്റ്റമേഴ്സിൻ്റെ കേസിലും ട്രിപ്പിൻ്റെ കേസിലും ഡ്രൈവറിൻ്റെ കേസിലും എല്ലാം ആഡ് ചെയ്തിട്ടുള്ളതാണ്. മൾട്ടിപ്പിൾ ഫയൽസ്, എത്ര ഫയൽസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും പറ്റും. സോ ഇതാണ് കസ്റ്റമേഴ്സിൻ്റെ കേസ് വരുന്നത്. പുതിയൊരു കസ്റ്റമേഴ്സിനെ ഇതിലും ആഡ് ചെയ്യാനായിട്ട് പറ്റും. കസ്റ്റമറിൻ്റെ കേസിൽ ഇവിടെ പറയുന്നുണ്ട് യു ക്യാൻ ആഡ് അറ്റാച്ച്മെൻറ്റ്സ് ആഫ്റ്റർ ക്രിയേറ്റിംഗ് ട്രിപ്പ്. കസ്റ്റമേഴ്സിൻ്റെ കേസിലായാലും ഡ്രൈവറിൻ്റെ കേസിലായാലും ട്രിപ്പിൻ്റെ കേസിലായാലും നമുക്കത് പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഫയൽസ് എത്ര വേണമെങ്കിലും ഫയൽസ് അറ്റാച്ച് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സബ്മിറ്റ് ചെയ്തു, പുതിയ കസ്റ്റമർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഇപ്പോൾ കസ്റ്റമർ അവിടെ വിസിബിൾ അല്ല. സോ നെക്സ്റ്റ് ഡ്രൈവേഴ്സിൻ്റെ കേസിലും സെയിം ആണ്. ആഡ് ചെയ്യാം, പുതിയ ഡ്രൈവേഴ്സിനെ ആഡ് ചെയ്യാം. അവർക്കും അവരുടെ ലൈസൻസ് സംബന്ധിച്ചുള്ള വേണമെങ്കിൽ PDF-കളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എല്ലാത്തിലും നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയോ ആ ചേഞ്ച് ഓഡിറ്റ് ലോഗ്സിൽ വിസിബിൾ ആണ്. അത് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഇൻവോയ്സ്. ഇവിടെ ഇൻവോയ്സ് എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കഴിഞ്ഞ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ട്രിപ്സ് നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ട്രിപ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വിസിബിളായി കിട്ടുന്നത്. ഇൻവോയ്സിൻ്റെ കേസിൽ നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഉള്ള ഇൻവോയ്സ് എഡിറ്റ് എന്തെങ്കിലും വരുത്തണമെങ്കിൽ എഡിറ്റ് വരുത്താം. അതുപോലെ അത് വ്യൂ ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. ഇത്രയാണ് ഇൻവോയ്സിൻ്റെ കേസിൽ. ദെൻ നെക്സ്റ്റ് എക്സ്പെൻസ്. ഇതാണ് എക്സ്പെൻസ്. ഈ എക്സ്പെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ സൈറ്റിൽ എന്തെങ്കിലും എക്സ്പെൻസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് അത് സ്റ്റോർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എക്സ്പെൻസ് ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ടൈപ്സ് ആണ്. നമുക്കത് നമ്മുടെ ആവശ്യാനുസരണം ചേഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വെഹിക്കിൾ മെയിൻ്റനൻസ് ഒരു എക്സ്പെൻസ് ആണ്, അതാണ് ഇവിടെ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ ഡേറ്റ്, എമൗണ്ട് എത്ര വരും, റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പുതിയൊരു എക്സ്പെൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിൽ
പറ്റും. അത് നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എക്സ്പെൻസ് ടൈപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിൽ നിന്ന് നമുക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. ഇത് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന ടൈപ്പുകളാണ്. ഇവിടെ സെറ്റിങ്സിൽ എക്സ്പെൻസ് ടൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ എക്സ്പെൻസ് ടൈപ്പുകൾ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നതാണ്. ഇപ്പോൾ വെഹിക്കിൾ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ട്രാവലിംഗ് എക്സ്പെൻസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ സേവ് ചെയ്യാം. ഈ സേവ് ചെയ്തതാണ് പിന്നീട് നമ്മൾ ഇവിടെ എക്സ്പെൻസിൽ ആഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ എക്സ്പെൻസ് ഡേറ്റും ടൈമും എമൗണ്ടും എല്ലാം കൊടുക്കുന്നത്. സോ ഇതും എഡിറ്റും വ്യൂവും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നെക്സ്റ്റ് ആണ് വെഹിക്കിളിൻ്റെ കേസ്. വെഹിക്കിളിൻ്റെ കേസിൽ ഫസ്റ്റ് വൺ വെഹിക്കിൾസ്. ഈ സൈറ്റിൽ ഇപ്പം നമ്മൾ ഡ്രൈവേഴ്സിനെയും കസ്റ്റമേഴ്സിനെയും അസൈൻ ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെ മാനേജ് ചെയ്യുന്നത് പോലെ തന്നെ വെഹിക്കിൾസിനെയും മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് പുതിയ വെഹിക്കിൾസ് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നോർമലി നമ്മളവിടെ ട്രിപ്സും ഡ്രൈവേഴ്സ് എല്ലാം ആഡ് ചെയ്ത പോലെ തന്നെയാണ് ഇതും. അതിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. ഇപ്പോൾ 2000 ആണ് ഇവിടെ ഇയർ കിടക്കുന്നത്, ഞാൻ 2002 ആക്കി. അപ്ഡേറ്റ് വെഹിക്കിൾ കൊടുത്തു. സോ ഇവിടെ എന്ത് ചേഞ്ച് ആണോ വരുത്തിയത് അത് ഇവിടെ വിസിബിൾ ആയിരിക്കും. 2000 to 2002 ആക്കി. ആഡ് വെഹിക്കിൾസ്, അതിൻ്റെ രജിസ്ട്രേഷൻ, എക്സ്പയറി, കറൻറ്റ് സ്റ്റാറ്റസ് എല്ലാം കൊടുത്ത് വെഹിക്കിളിൻ്റെ ടൈപ്പ് എല്ലാം കൊടുത്ത് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അതാണ് വെഹിക്കിൾസ്. ഇനി മെയിൻ്റനൻസ്. ഇത് വെഹിക്കിൾ മെയിൻ്റനൻസ് ആണ്. ഓക്കെ, ഇത് വെഹിക്കിൾ മെയിൻ്റനൻസ് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള വെഹിക്കിൾസ് ആ വെഹിക്കിൾസിന് എന്തെങ്കിലും മെയിൻ്റനൻസ് വരുമ്പോൾ അത് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ഇതിപ്പോൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള വെഹിക്കിൾസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് വെഹിക്കിൾ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തിട്ട് മെയിൻ്റനൻസ് ഡേറ്റ്, വർക്ക്ഷോപ്പ് നെയിം, ഓഡോമീറ്റർ, മെയിൻ്റനൻസ് ടൈപ്പ് കൊടുക്കാം. ഇപ്പോൾ എന്താണോ, ഓയിൽ ചേഞ്ച് ആണെങ്കിൽ ഓയിൽ ചേഞ്ച്, കോസ്റ്റ് എത്രയാവുന്ന അങ്ങനെ കൊടുത്ത് റിമാർക്സ് കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. സോ അത്രയാണ് വെഹിക്കിൾ മെയിൻ്റനൻസിൽ വരുന്നത്. അതിൻ്റെ വ്യൂവിൽ എല്ലാം വിസിബിളാണ്. അതായത് വെഹിക്കിൾ ID, മെയിൻ്റനൻസ് ടൈപ്പ്, ഡേറ്റ് എന്നാണ്, ടൈപ്പ്, ട്രാൻസ്മിഷൻ സർവീസ്, വർക്ക്ഷോപ്പ് എവിടെയാണ്, എല്ലാ ഡീറ്റെയിൽസും വിസിബിളാണ്. ഇതിലെന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ ചേഞ്ച് വരുത്താം. അതുപോലെ തന്നെ അറ്റാച്ച്മെൻറ്റ്സ് എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ട്, മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബില്ലോ എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ്സ് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ വെഹിക്കിൾസ് കഴിഞ്ഞു. നെക്സ്റ്റ് ഇതിലെ യൂസേഴ്സാണ്. ഈ യൂസേഴ്സാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൊരു യൂസറായിട്ടാണ് ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തിട്ടുള്ളത്. യൂസേഴ്സിനെ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. നോർമലി നമ്മൾ കസ്റ്റമറിനെയും ഡ്രൈവറിനെ ആഡ് ചെയ്യുന്ന പോലെ തന്നെ യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് ആഡ് ചെയ്യാം. അതിൽ എഡിറ്റും വ്യൂവും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാത്തിലും ഓഡിറ്റ് ലോഗ്സ് ഉണ്ട്. നമ്മൾ എഡിറ്റിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും അതെല്ലാം ഓഡിറ്റ് ലോഗ്സിൽ, എല്ലാ ഫീൽഡിലും ഓഡിറ്റ് ലോഗിൽ വിസിബിൾ ആണ്. സോ ഇതാണ് നെക്സ്റ്റ് കമ്പനി. അതുപോലെ തന്നെ ഈ സൈറ്റിൽ എന്തെങ്കിലും കമ്പനീസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. നോർമലി കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ്, സൈറ്റ്, ഇമെയിൽ, അഡ്രസ്സ് എല്ലാം കൊടുത്ത് ആഡ് ചെയ്യാം. സോ അത് വ്യൂ ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് കമ്പനി കഴിഞ്ഞാൽ എക്സ്പെൻസ് ടൈപ്പ്. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ കാണിച്ചു. എക്സ്പെൻസ് ടൈപ്പ് എന്തൊക്കെയാണ് നമുക്ക് സേവ് ചെയ്യാം. ഇതിൽ നിന്നാണ് എക്സ്പെൻസ്, ഇവിടെ എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ ആ ആഡ് ചെയ്തിട്ടുള്ള ടൈപ്പിൽ നിന്നാണ് ഇവിടെ എക്സ്പെൻസ് ടൈപ്പ് ചൂസ് ചെയ്യുന്നത്. സോ അത്രയേ ഉള്ളൂ. സോ ഇത്രയും ഫീൽഡുകളാണ് ഈ സോഫ്റ്റ്വെയറിൽ വന്നിട്ടുള്ളത്. ട്രിപ്സ്, കസ്റ്റമേഴ്സ്, ഡ്രൈവേഴ്സ്, ഇൻവോയ്സസ്, എക്സ്പെൻസ്, വെഹിക്കിൾസ്, സെറ്റിങ്സിൻ്റെ ഉള്ളിൽ യൂസേഴ്സ്, അതുപോലെ കമ്പനീസ് ഉണ്ട്. ഇത്രയും ഫീൽഡുകൾ നമുക്ക് ആഡ് ചെയ്യാനും അതുപോലെ അതിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്തണമെങ്കിൽ അപ്ഡേഷൻസ് വരുത്താനും അതെല്ലാം വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഓഡിറ്റ് ലോഗ്സ് ആണ്. ഓഡിറ്റ് ലോഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ എന്ത് ചേഞ്ചസ്, ഏത് ഫീൽഡിൽ എന്ത് ചേഞ്ചസ് വരുത്തിയാലും എപ്പോഴാണ് ആ ചേഞ്ച് വരുത്തിയതെന്നും ഏത് ഫീൽഡിൽ നിന്ന് ഏത് ഫീൽഡിലേക്കാണ് ചേഞ്ച് വരുത്തിയതെന്നും നമുക്കത് വിസിബിൾ ആയിരിക്കും. സോ ആരെന്ത് ചേഞ്ച് വരുത്തിയാലും നമുക്ക് ആർക്കെടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും. ഓഡിറ്റ് ലോഗ്സിൽ അത് വിസിബിൾ ആയിരിക്കും. സോ
രണ്ടാമത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഫീൽഡ് അതായത് ഡ്രൈവേഴ്സ്, കസ്റ്റമേഴ്സ്, ട്രിപ്സ് ഏത് ഫീൽഡ് എടുത്താലും അതിൽ അറ്റാച്ച്മെൻറ്റ്സ് ആഡ് ചെയ്യാനുള്ളൊരു ഫോൾഡർ ഉണ്ട്, അറ്റാച്ച്മെൻറ്റ്സ് ആഡ് ചെയ്യാനുള്ളൊരു സെക്ഷൻ ഉണ്ട്. സോ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ട്രിപ്സ് ആണെങ്കിൽ ട്രിപ്സ് റിലേറ്റഡ്, ഡ്രൈവേഴ്സ് ആണെങ്കിൽ അവരുടെ ലൈസൻസ് സംബന്ധിച്ച് അതുപോലുള്ള എന്ത് അറ്റാച്ച്മെൻറ്റ്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ഒന്നോ രണ്ടോ അല്ല, മൾട്ടിപ്പിൾ അറ്റാച്ച്മെൻറ്റ്സ് എത്ര വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാനും അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ സോഫ്റ്റ്വെയറിൽ കൊടുത്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഇവിടെ ഡാഷ്ബോർഡിൽ ഇപ്പോൾ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുള്ളത് ട്രിപ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത്, ഇത് നമുക്ക് കസ്റ്റമൈസബിൾ ആണ്. ഏത് ഡീറ്റെയിൽസ് വേണമെങ്കിലും ഇവിടെ കോൺഫിഗർ ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇപ്പോൾ ഉള്ള ഫീൽഡുകളിൽ എന്തെങ്കിലും ചേഞ്ചസ്, അപ്ഡേഷൻസ് വരുത്തി ഇതിലെന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ എന്തെങ്കിലും വെബ്സൈറ്റിന് ഈ സോഫ്റ്റ്വെയറിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ മതി. ഞങ്ങളുടെ ടീം റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ. താങ്ക് യു.